വണ്ടി ആകുമ്പോൾ പണിയൊക്കെ വരും. നിങ്ങളൊരു BMW എടുക്കുമ്പോൾ നിങ്ങളുടെ കാലത്ത് 80 ലക്ഷം അല്ലെ 90 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അത് സർവീസ് ചെയ്യാനും അത് പരിചയമുള്ളൊരു പയ്യന്റെ സൗണ്ട് അല്ലേ, പണിഞ്ഞു കൊണ്ട് നടക്കാനും കേപ്പബിലിറ്റി ഉള്ളവർ മാത്രമേ എടുക്കാവൂ. ആ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് പൊട്ടി. ഞാൻ അന്ന് വിനീതിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ വണ്ടിക്ക് ഇനി പുതിയ BMW കാശ് മുടക്കേണ്ട വന്നാലും ഈ വണ്ടി റോഡിൽ കൂടെ ഓടുന്ന രീതിയിൽ എനിക്കിത് കിട്ടണം എന്ന് ഞാൻ അന്ന് തീരുമാനിച്ച കാര്യമാണ്. അതൊരു 6 സിലിണ്ടർ 530 സ്പോട്ട് ആണ്. ഒന്ന് ആലോചിച്ച് ബോബേ, വീഡിയോയിലൊക്കെ കാണുമ്പോ നല്ല രസമുണ്ട്, ഭയങ്കര മാസ്. നിക്കടാ പറയണ കേക്കടാ, വീഡിയോയിലൊക്കെ കാണുമ്പോ ഭയങ്കര മാസ് ഡയലോഗ്. റിക്കവറി വാൻ മേടിച്ച് വെളിയിലിട്ടിരിക്കണേ. ഇപ്പം BMW മാത്രം ഡീസൽ അടിച്ചാ പോരെ. എന്റെ പേര് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് BMW പണിതിറക്കി ഒരു റിക്കവറി വാൻ മേടിച്ച് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കാണ്. എവിടെയെങ്കിലും പോകുമ്പോ പുറകിൽ റിക്കവറി വാനും കൊണ്ടാ പോണത്, അതിന് ഡീസൽ അടിക്കണം. റിക്കവറി വാൻ എവിടെയെങ്കിലും വണ്ടി നിന്ന് പോയാൽ അത് റിക്കവറി കേട്ടണം. ഈ കാര്യത്തിൽ ഈഗിൾ ഫെയിൽഡ് ബ്രോ. ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം, ചില കാര്യങ്ങളിൽ പൈസയുടെ ടൈംസിൽ അളക്കുന്നത് ബ്രോ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും ബ്രോയ്ക്ക്. ഇതിനകത്ത് എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും ഒരു ഇതും ഉണ്ടായിരുന്നൊരു സാധനം അല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നോർമൽ കടയിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നവരും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നവരെല്ലാം മണ്ടന്മാരെന്ന് പറയേണ്ടി വരും. 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുന്ന എല്ലാവരും മണ്ടന്മാരെന്ന് പറയേണ്ടി വരും. 100 രൂപയ്ക്ക് വെക്കുന്ന ബിരിയാണി അല്ലേ അവിടെ 600 രൂപയ്ക്ക് എല്ലാവരും മേടിക്കണേ. മാനുഫാക്ചറിങ് കോസ്റ്റ് വെച്ച് നോക്കുമ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ബ്രോ. നമുക്ക് ചില കാര്യങ്ങൾ പൈസ നോക്കി ചെയ്യുന്ന കാര്യം കുറച്ച് കഴിയുമ്പോൾ ബ്രോയ്ക്ക് അത് മനസ്സിലാവും. എൻ്റെ മേ ബി ചിലപ്പോൾ എൻ്റെ ഈഗോ ആയിരിക്കും, അത് എനിക്ക് അറിഞ്ഞുകൂടാ, അതെൻ്റെ ഈഗോ ആയിരിക്കാം. അതെന്റെ മെയിൽ ഈഗോയ്ക്ക് മാത്രമൊന്നുമല്ല. അതെന്താ മെയിൽ ഈഗോ ഒന്ന്, പെമ്പിള്ളേർക്കൊന്നും ഈഗോ ഇല്ലേ? ഇങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ ഇല്ല. അതിന് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനില്ല. അത് ഞാൻ എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ ചില സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്, എല്ലാവരും പറയണ ശരിയാ. എനിക്കൊരു വേറെ ഒരു 2022-23 മോഡൽ അല്ല 22 അല്ലെങ്കിൽ 20 മോഡലൊക്കെ നല്ല വണ്ടികളൊക്കെ എടുക്കായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ വാശിയല്ലടാ, അത് വാശി എന്ന് പറയുന്നത് എനിക്ക് ലൈവിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് വാശി. ആ സീൻ എനിക്ക് ലൈവിൽ പറയാൻ പറ്റത്തില്ല. ലൈവിൽ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഉറപ്പായിട്ടും പറഞ്ഞേനെ. അതെനിക്ക് ലൈവിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ വണ്ടിയിൽ എനിക്ക് കിട്ടിയ ഇൻസൾട്ട് എനിക്ക് ലൈവിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് മാത്രം ഞാൻ നിങ്ങളോട് പറയാം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്കത് ലൈക്ക് ഒരു ടൈം ആയപ്പം എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഡീപ്പ് അഫെക്ഷൻ വന്നു, സത്യമായിട്ടും പറയാമല്ലോ. അത് എല്ലാവരും ബ്ലെയിം ചെയ്ത് തന്നെ, എല്ലാവരും ബ്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ ചുറ്റും ഉണ്ടായിരുന്നവരും എല്ലാവരും ബ്ലെയിം ചെയ്ത് ലാസ്റ്റ് വണ്ടി തല്ലിപ്പൊട്ടിച്ച് കളയാനുള്ളൊരു ഇത് വന്നതാണ് എനിക്ക്, സത്യം പറയാലോ. ഞാനും എൻ്റെ വൈഫും കൂടി ഈ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഈ വണ്ടി വഴിയിൽ നിന്നുപോയി റിക്കവറി വാൻ വിളിച്ച് ഞാൻ കൊണ്ടുപോയ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് മൈൻഡിൽ എനിക്കത് അതിൽ കൂടുതൽ എന്തായാലും ഞാൻ പറയണില്ല, അത്രയും ഞാൻ പറയാം. അന്ന് എനിക്ക് വണ്ടി ശരിക്കും പറഞ്ഞാൽ പണിത് ഇതാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നതാണ്. അതിന് എനിക്ക് പൈസയുടെ ടൈംസിൽ ആ വണ്ടിയെ എനിക്ക് അളക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. Anna, going through worst phase of my life was waiting to escape much for the good moments. Instagram bro, thank you so much for this Canadian dollars. അണ്ണാ ഞാൻ വീടെത്തിയിട്ടാ, താങ്ക് യു സോ മച്ച്. അയ്യോ ഹേമന്ത് ബ്രോ നമുക്കത് തരാൻ വന്നതാണ്, തന്നിട്ട് ഇതാ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. ഹേമന്ത് ബ്രോ താങ്ക് യു സോ മച്ച്. ആദിത്യ വിനോദ് ബ്രോ താങ്ക് യു സോ മച്ച്. 20 ബാബു എന്തോ പറഞ്ഞേ, വിഷം എന്താ ചേട്ടാ? ബാബു എന്തോ പറഞ്ഞേ? പറയുന്ന കേട്ടല്ലോ, ഈഗോയെ പറ്റി പറയല്ലേ പ്ലീസ് ബ്രോ. എന്താണ് ബ്രോ എന്തൊക്കെ ആദ്യം പറഞ്ഞു? അത് സത്യമാണ്. അണ്ണൻ കേട്ടില്ലായിരുന്നു അത്? എന്താടാ ബാബുശേട്ട് 2 വട്ടം വീസി വന്നു, ആരും മൈൻഡ് ചെയ്തോണ്ട് ഇറങ്ങി പോയി. ആണല്ലേ? ഓക്കെ.